ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നാടൻ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ലഞ്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മീൻ പിടിച്ചതുണ്ട്, കൂടെ തന്നെ സാമ്പാർ, അതുപോലൊരു തോരനും. സാമ്പാറൊക്കെ കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒട്ടും സമയം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പച്ചക്കറികളൊക്കെ ഇതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പടവലങ്ങ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. അതുപോലെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. സാമ്പാറിലേക്ക് ആവശ്യമായിട്ടുള്ള അരക്കപ്പ് പരിപ്പ് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കുക്കറിൽ വെച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ പരിപ്പിൻ്റെ കൂടെ തന്നെ നമ്മളിതാ ഒരു വലിയ സവാളയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് 5-6 എണ്ണം ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഇത്തിരി വേവുള്ള ബീട്രൂട്ട്, അതുപോലെ തന്നെ ക്യാരറ്റ്, കോവയ്ക്കയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിത് പരിപ്പിൻ്റെ കൂടെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് ഒരു 4 പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഇതൊന്ന് വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു 3 വിസിലിന് ഇത് വേവിച്ചെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരുന്ന ടൈമിലേക്ക് നമ്മൾക്കിതാ മുറിച്ച് വെച്ച അയിലയുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ മീനിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇതിനി ഒരു അരമണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഇനി നമ്മൾ തോരന് വേണ്ടിയിട്ടുള്ള പടവലങ്ങയാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നത്. ഈ ഒരു സമയം തന്നെ നമ്മുടെ സാമ്പാറിൻ്റെ വിസിലൊക്കെ ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും നമ്മൾ ഇനി ഒന്ന് തുറന്നു കൊടുക്കാനാണ് പോകുന്നത്. പ്രഷറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടുപ്പൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് വറുത്തെടുത്തിട്ടുള്ള മല്ലിപ്പൊടിയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 2 ടീസ്പൂൺ അളവിൽ സാമ്പാർ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കഷ്ണങ്ങളിലേക്കൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു മുരിങ്ങക്കായും വെണ്ടക്കയും തക്കാളിയും കൂടി ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അളവിൽ ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് നമ്മളിത് വിസിലടിക്കാതെ പ്രഷർ വരുന്ന ആ ഒരു ടൈമിൽ ഓഫ് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. അതേസമയം തന്നെ നമുക്കിതിലേക്കുള്ള പുളിയും കൂടി ഒന്ന് കുതിർത്ത് വെക്കണം. ഇനി നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 6-7 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങ നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തേങ്ങ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഇതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു പാത്രത്തിൽ തന്നെ വെച്ചിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ചൂടിന് ഇത് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ഈ ഒരു കഷ്ണങ്ങളും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു ചട്ടിയിലേക്കാണ് കേട്ടോ മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ അത് മൊത്തത്തിലൊന്ന് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പുളിവെള്ളം നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കൂടെ തന്നെ വെള്ളം ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നല്ല തിളച്ചിട്ടുള്ള വെള്ളം മാത്രമേ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. നമുക്കിനി ഒരു തേങ്ങയും കൂടെ അരച്ചെടുക്കുന്നുണ്ട്. തേങ്ങ നല്ല ഫൈനായിട്ട് തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. ഇനി ഇതാ ആ ഒരു ജാറിലേക്ക് ഇത്തിരി ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇതിനി നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരണം. ഈ ഒരു സമയം നമ്മൾ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കണേ. കാണുമ്പോൾ തന്നെ മനസ്സിലാകും കഷ്ണങ്ങളൊന്നും ഒട്ടും അടിഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ലാസ്റ്റിലോട്ട് ഇട്ട് കൊടുത്ത ഒരു മുരിങ്ങക്കായും വെണ്ടയ്ക്കൊക്കെ നമ്മൾ വിസിലടിക്കാതെ വേവിച്ചെടുക്കുന്നത് ഇതുകൊണ്ടാണ് കേട്ടോ. വിസിലടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വെന്തുടഞ്ഞു പോകും. അപ്പോൾ വിസിൽ വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുക്കർ ഓഫ് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള വറവൊന്ന് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയിലേക്ക് ഇത്തിരി കടുകും കറിവേപ്പിലയും ഉണക്കമുളകും വെളുത്തുള്ളിയും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ കറിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയം നമ്മൾ കടുകും കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു പടവലങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നിത് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ പച്ചമുളകൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അതൊന്ന് റെഡിയായിട്ട് വരുമ്പോഴേക്കും നമുക്കിവിടെ മീൻ പൊരിക്കാൻ കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മീനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് മീനും പൊരിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് രണ്ടും ഒരുമിച്ച് തന്നെ റെഡിയായിട്ട് കിട്ടും. നമ്മുടെ ടൈമൊന്നും പോവുകയില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കിച്ചണിലുള്ള പണിയൊക്കെ തീർത്തിട്ട് വരാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ആ ഒരു തോരൻ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ആവിയിൽ തന്നെ ആയിട്ടാണ് കേട്ടോ ഇത് വെന്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. തേങ്ങയുടെ ആ ഒരു പച്ചമുളകൊക്കെ മാറുന്നത് വരെ 1-2 മിനിറ്റ് ഇതൊന്ന് ഇതേ രീതിയിലൊന്ന് മിക്സാക്കി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മീനും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. മീനും തോരനും അതുപോലെ സാമ്പാറും ഒക്കെ റെഡിയായേ. ഇനി നമുക്ക് അടുക്കളയൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു സ്റ്റൗ ടോപ്പാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ മൊത്തം ഒന്ന് വൃത്തികേടായിട്ടാണുള്ളത്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വെക്കുക. പിന്നെ നമ്മളിനി ഇപ്പോൾ കിച്ചണിലേക്കൊന്നും കയറില്ലല്ലോ. പണിയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇനി വൈകുന്നേരം മാത്രമേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് കയറുള്ളൂ. അപ്പോൾ ഉണങ്ങിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു സമയം തന്നെ അതൊന്ന് തുടച്ചിട്ട് ക്ലീൻ ചെയ്ത് വെക്കാൻ കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടികളൊക്കെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്